നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പതിവിന് വ്യത്യസ്തമായ ഒരു JB ജംഗ്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരു അതിഥിക്ക് പകരം 2 അതിഥികൾ JB ജംഗ്ഷനിൽ വരുന്നു. മലയാള സിനിമയിലെ സുവർണ ജോഡി. സംവിധാനത്തിൽ മികവും മിഴിവും തെളിയിച്ച ആഷിഖ് അബു, അഭിനയത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിയ റിമ കല്ലിങ്കൽ. ഇരുവരെയും JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ആഷിഖ്, റിമ, ഒരുപാട് കാലമായിട്ട് ഞാനിങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും കൂടി ഈ സീറ്റുകളിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴുതി കളിക്കായിരുന്നു. ഇപ്പോഴും പിടുത്തങ്ങനെ മുറുകിയിട്ടൊന്നുമില്ല. എന്താ ഇതിനകത്ത് വരാൻ ഒരു മടി ആഷിഖിനുണ്ടായിരുന്നു? അല്ല, ഞാൻ ഇതിനകത്ത് തന്നെയല്ല, ഞാൻ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ TV ഇന്റർവ്യൂസ്. പത്രക്കാരോടൊരു ദേഷ്യമുണ്ടോ? ഒരു ദേഷ്യമില്ല. ഇല്ല, ഇല്ല, വലിയ സ്നേഹമില്ല. അല്ല, സ്നേഹമുള്ള പത്രക്കാരുണ്ടോ, ഇല്ലാത്ത ആൾക്കാരുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതാ. റിമ പക്ഷെ റിമ കുറച്ചുകൂടി ബ്ലഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളല്ലേ ആഷിഖിനേക്കാളും? ഞങ്ങൾ രണ്ടുപേരും ഒട്ടും മോശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കൂടുതലായി പോയോ ചില സമയങ്ങളിൽ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും ഓപ്പണായിട്ട് പറയേണ്ടതില്ല എന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. ചില ആൾക്കാർ പറഞ്ഞു രണ്ടുപേര് ചില സമയത്ത് ഓപ്പണാവും, ചില സമയത്ത് ഭയങ്കര നയന്ത്രജ്ഞത കാണിക്കും. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും. ആഷിഖിന്റെ ഭാഷ പറഞ്ഞ് ഇബിലീസ് പല കോലത്തിലും വരും എന്ന് പറഞ്ഞ പോലെ ഇവര് പല രൂപത്തിലാണ് പലപ്പോഴും വരിക. ഞങ്ങൾ ഇത്രയൊന്നും വിചാരിച്ചിരുന്നില്ല. പല രൂപത്തിലാണെന്ന് പറഞ്ഞാലേ, ഇപ്പോ ചില കാര്യങ്ങളിൽ പറഞ്ഞ പോലെ നമ്മളെ മനസ്സ് തുറക്കേണ്ട അവസരങ്ങളിൽ നമ്മൾ മനസ്സ് തുറന്ന് പറയുകയും അത്ര മനസ്സ് തുറക്കേണ്ടാത്ത അവസരങ്ങളിൽ മിണ്ടാതിരിക്കുകയും ചെയ്യും. വകതിരിവുണ്ട്. വകതിരിവ് വേണമല്ലോ. ചുരുക്കം പറഞ്ഞാൽ വകതിരിവുണ്ട്. വകതിരിവ് വേണം എന്നാണ്. ഞാൻ ആഷിഖിന്റെ സുഹൃത്തിനോട് ചോദിച്ചു, തങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, പേര് ഞാൻ പറയില്ല. അപ്പൊ എന്നോട് ഇത്രയും പറഞ്ഞു, വരുന്ന 2 ആൾക്കാർക്കും നല്ല IQ ഉണ്ട്, നല്ല EQ ഉണ്ട്, അല്പസ്വല്പം CQ ഉണ്ട്. എന്താ CQ? എന്താണ് എനിക്കറിയില്ല. ഞാൻ അപ്പൊ മൂപ്പരോട് ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല ഇത് എന്താന്ന് ഐക്യും EQ ഒക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ CQ എന്ന് പറഞ്ഞ പിന്നോട് പറഞ്ഞു അല്പം ക്രിക്കറ്റ് ക്വസ്റ്റ്യന്റും ഉണ്ട്, അതായത് നല്ല വിളവുണ്ടെന്ന്. ഇവിടെ ഇരിക്കുമ്പോ ആവശ്യം വരും തോന്നുന്നു അല്ലേ? ഒരാവശ്യമില്ല. ഇതുപോലൊരു പാവത്തിന്റെ മുമ്പിൽ ഇരിക്കാനൊരു ഭാഗ്യം കിട്ടിയില്ല. നിങ്ങൾ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ രണ്ടുപേരും സന്തോഷവാനും സന്തോഷവതിയായിരുന്നു. ആഷിഖ്, ഒരു വഴിത്തിരിവില്ല. നമ്മൾ വിചാരിച്ചൊരു വിജയം ആഷിഖിൽ നിന്ന് ഗാങ്സ്റ്റർ എന്ന മൂവിയിലൂടെ ഉണ്ടാക്കിയില്ല. ഇല്ല, അത് സത്യം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞങ്ങൾ വിചാരിച്ച, അല്ലെങ്കിൽ ഒരുപാട് മമ്മൂട്ടി ആരാധകരും അല്ലെങ്കിൽ സിനിമാ പ്രേമികളും വിചാരിച്ചിരുന്ന ഒരു നിലയിലേക്ക് ഒന്ന് വേണമെങ്കിൽ സ്ക്രീനിലേക്ക് കണ്ണു നട്ടിട്ട് തിരിച്ചു വരാം. ഇവൻ എന്തിനാണ് ചെയ്തത്? ഇനി പഴയതുപോലെ ആവില്ലൊന്നും. കൊക്കൈനാണ്. We'll make him an offer which he can't refuse. ഗാങ്സ്റ്റർ അതിന്റെ ഒരു ടീസറായപ്പോൾ ഞാൻ കാണിച്ചു. അതെ, വലിയ പ്രതീക്ഷയായിരുന്നു ഇൻഡസ്ട്രിക്ക്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ചു. അതായത് ഇതിനൊരു പ്രതീക്ഷ ഉണ്ടാവുമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ ആൾക്കാർ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഞാനും മമ്മൂക്കയും കൂടെ ചേർന്ന് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം 2ാമത്തെ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ പ്രതീക്ഷയാണ്. അത് ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും വൈകിയത്. ഒരു 4-5 വർഷം എടുത്തു. 3-4 വർഷം എടുത്തു. 4 വർഷം 4 വർഷം എടുത്തു. കാരണം ഡാഡി കൂളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി മമ്മൂക്കയും ഞാനും സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ 3-4 പടങ്ങൾ വേറെ ചെയ്തു. മമ്മൂക്ക അതിൽ ഒരുപാട് സിനിമകൾ ചെയ്തു. ഈ സമയമായിരുന്നു അതിന് യോജിച്ചതായിട്ട് വന്നത്. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ഐഡിയ എന്നൊക്കെ ഒരുപാട് മാറി ഒരു 3-4 വർഷം എടുത്തപ്പോൾ. അപ്പോൾ ഒരു പുതിയതായിട്ടൊന്നും പറയാം. ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ തന്നെ ഈ സിനിമയെ വിമർശിച്ച്, നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, പുതിയതായിട്ടൊന്നും തിരക്കഥയിൽ നിനക്ക് പറയാനുണ്ടായിരുന്നില്ല, അത് തന്നെ ആയിരിക്കാം ആൾക്കാർക്ക് അത്ര ഹാപ്പി അല്ലാത്തത് എന്നാ പറഞ്ഞു. അപ്പോൾ അത് ഒരു ഗോഡ് ഫാദർ മോഡലിൽ, ഒരു ഹോളിവുഡ് മോഡലിൽ ആഷിഖ്
ഒരു സിനിമയുടെ മുകളിൽ കൈവെക്കുന്നു. ചില ആൾക്കാരെങ്കിലും ജാഗ്രതപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ, ആഷിക്ക് വേണോ? ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക തന്നെയായിരുന്നു. അതായത് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ സുഹൃത്തുക്കൾക്കും ശത്രുക്കൾക്കും ഉണ്ടായിരുന്നു. എന്താണ് ഇത് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത്. ശത്രുക്കളുടെ എണ്ണത്തിൽ കുറവില്ല, ഒരിക്കലുമില്ല. അത് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അത് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് ശത്രുക്കളുണ്ട്. റിമ ഈ സിനിമയുടെ നിർമ്മാണത്തിൽ പരിപൂർണമായിട്ട് പങ്കാളിയായിരുന്നു. അതെ, നല്ലൊരു നടിയാണ്, നല്ലൊരു കലാകാരിയാണ്. എപ്പോഴെങ്കിലും ഈ സിനിമയിൽ ഇന്ന കുറവുകൾ ഉണ്ടായേക്കാം, ഉണ്ടാകുന്നുണ്ട് എന്നൊരു ജാഗ്രത ആഷിക്കിന് പ്രദാനം ചെയ്തിരുന്നു. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കള്ളം പറയും. പറഞ്ഞിരുന്നു. ഈ പടങ്ങൾ മാത്രമല്ല, എല്ലാ പടത്തിന്റെയും ഒരു ബിക്കോസ് ഇതിന്റെ ഒരു ഐഡിയ തൊട്ടിട്ട് അതിന്റെ ഫുൾ പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ആവാണ് ഓൺ എ ഡെയിലി ബേസിസ്. ഞങ്ങൾക്ക് വി ആർ എ കപ്പിൾ ഹൂ ടേക്ക് ആ വർക്ക് ഹോം. ഞങ്ങൾ എപ്പോഴും സിനിമ സംസാരിക്കുന്ന ആളുകളാണ്. ആൻഡ് ഞങ്ങളുടെ ചുറ്റുമുള്ള ഞങ്ങളുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സും എല്ലാവരും സിനിമയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഐഡിയ ഉണ്ടാവുന്നു, നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഒബ്വിയസ്ലി അപ്പോൾ ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഞാൻ പരമാവധി ഒരു പുറത്തു നിന്ന് ഇതിനെ കാണാനൊക്കെ ശ്രമിച്ച് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കൂടെ ത്രൂ ഔട്ട് നിന്ന ഒരാളെന്ന നിലയ്ക്ക്, ആൻഡ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഹോം പ്രൊഡക്ഷനുമാണ്. സോ ആ ഒരു നിലയ്ക്ക് എനിക്ക് എന്താ പറയാ, we accept everything that's being said about Gangster, പക്ഷെ at the same time ഞങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളത്. അതായത് ഓൾ ഔട്ട് ഞങ്ങൾ ഈവൻ ഒരു 1 week ബിഫോർ ദ റിലീസ് വരെ ഓക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതല്ലാതെ നമുക്ക് പറ്റാവുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ സിനിമയുടെ DNA തരാറുണ്ടാവുമായിരുന്നു. ഇന്നലെ ഞങ്ങളത് അതിലാണ് അതിന്റെ ആയിരിക്കാം ആ പ്രശ്നം. കാരണം അതിന് ഉൽപ്പത്തിയുടെ പ്രശ്നമുണ്ട്. അതെ അത് ഞങ്ങൾ ഇന്നലെ സംസാരിച്ച കാര്യമാണ്. അതായിരിക്കാം അതിന്റെ കുഴപ്പം. ജനിതക രോഗം വരെ ബാധിച്ചിട്ടുണ്ടാവാം. അതെ, പല ഘട്ടങ്ങളിലും. ഇപ്പൊ ഇവള് കുറച്ച് എന്താ പറയാ, കുറച്ച് ലളിതമായിട്ടാണ് പറഞ്ഞെങ്കിലും പല ഘട്ടങ്ങളിലും ഈ സിനിമയുടെ തിരക്കഥയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ റിമയെ പോലെ തന്നെ വേറെ പലരും ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ റിമയുടെ ആശങ്കകൾ ആഷിക്ക് വളരെ കാര്യമായിട്ട് എടുക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ സാധാരണ ഇതിൽ ഈ കാമുകി, ഈ പ്രേയസി ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്കുകളൊന്നും അധികം, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്, അധികം സീരിയസ് ആയി എടുക്കില്ല. ആ ഒരു രോഗം ഉണ്ടോ ആഷിക്ക്? ഇല്ല, എനിക്കില്ല. ഞാൻ വളരെ ഗൗരവമായിട്ട് എടുക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. റിമ പറയുന്ന എല്ലാം ഗൗരവമായിട്ട് എടുക്കാറുണ്ട്. അല്ല, കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും. പിന്നെ കാര്യമല്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. അങ്ങനെ ഒരു തർക്കങ്ങൾ ഉണ്ടാവാറില്ല. ഇതുവരെ വലിയ കുഴപ്പമില്ല. അതായത് റിമ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഗൗരവത്തോടെ ആഷിക്ക് പരിഗണിക്കുന്നുണ്ട്. ഈ സിനിമ സംബന്ധമായിട്ട് ചില ആശങ്കകൾ റിമ ഷെയർ ചെയ്തപ്പോൾ അത് ഉൾക്കൊണ്ടിരുന്നോ ആഷിക്ക്? അതിന് തിരുത്തലുകൾ എടുത്തോ? ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഫീൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തത് ഈ സിനിമ അതൊന്നും മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, മറികടക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ആഷിക്ക് എന്താ കാരണം വെച്ചാൽ സക്സസ് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ഫെയിലർ വലിയ ബുദ്ധിമുട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്താ കാരണം വെച്ചാൽ ഫെയിലറിനെ കുറിച്ച് നിങ്ങളെക്കാളും കൂടുതൽ ബോധ്യം മറ്റവരുണ്ടാവും. അതാണ് ഈ ഫെയിലറിന്റെ ഒരു കുഴപ്പം. എനിക്ക് തോന്നുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. ഐ മീൻ അതിന് വി മൂവ് ഓൺ ആൻഡ് അടുത്ത വർക്കിലൂടെ അത് സ്വാഭാവികമാണ്. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു, നിങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ ആയിരുന്നു. എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് അറിഞ്ഞാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ഇനിയുള്ള പ്രോജക്റ്റുകളിൽ ഈ ഒരു പാളിച്ച പറ്റാതിരിക്കുള്ളൂ. അതിന്റെ വ്യക്തമായ ഒരു ചിത്രങ്ങൾക്കുണ്ട്, രണ്ടുപേർക്കുണ്ട്. ഡെഫിനറ്റ്ലി എത്ര ദിവസം ചർച്ച ചെയ്തു പാളിച്ചയെ കുറിച്ച്? ഇല്ല, ഇത് ഞങ്ങൾക്ക് കുറച്ചു കാലമായിട്ട് ഞങ്ങൾക്ക് സിനിമ ഇറങ്ങി നല്ല റിപ്പോർട്ടൊന്നും വരുന്നില്ല. ആഷിക്ക് ഡെസ്പായോ? ഇല്ല. ഇല്ല, ഇയാൾക്ക് അങ്ങനെയുള്ള വികാരമൊന്നും ഇല്ലേ? വികാരമൊക്കെ ഉണ്ട്. പക്ഷെ ഐ തിങ്ക് വി ന്യൂ, നമുക്കറിയാലോ. നമുക്ക് ഇതിന്റെ ഒരു എനർജി മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത് എന്താ പറയാ, വെറുതെ ഒരു ഓക്കെ നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം എന്ന് പറഞ്ഞ് അഭിനയിക്കാനോ ഡയറക്ട് ചെയ്യാനോ വന്ന ആളുകളല്ല ഞങ്ങൾ. ഇതിന്റെ എനർജി മനസ്സിലാക്കി, ഇതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കി, ഇതിന്റെ ഉള്ളില് അത്രയും സ്നേഹിച്ചു നിൽക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. അതായത് സിനിമയെ സ്നേഹിച്ചു നിൽക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ എനർജി മാറുമ്പോഴും അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും
ഇപ്പൊ ഓഡിയൻസ് പറയുന്നതിന് മുന്നും ഓഡിയൻസ് പറയുന്ന മാറ്റം വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമായി? ഡെഫിനറ്റ്ലി റിലീസിന് മുമ്പ് തന്നെ ആഷിക്കിന് ബോധ്യമായി? ഇല്ല, ഇത് ഇത്ര എന്താ പറയാ, ഈ സിനിമകളിലുള്ള കുറച്ച് കുറവുകൾ അത് പരമാവധി ഞങ്ങളെ കൊണ്ട് മറക്കാവുന്ന രീതിയിൽ മറച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ അതിനെ എന്താ പറയുന്ന ബെറ്റർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയിലോട്ട് എത്താൻ ഈ സിനിമയിൽ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് ആദ്യമേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് പോലും നമ്മൾ ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങളും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇതൊരു ശുഭാപ്തി വിശ്വാസമാണല്ലോ, ഇത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും, അത് നന്നാക്കി എടുക്കാൻ പറ്റും, അത് ബെറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോരുന്നത്. കാരണം ഇത് ഒരു വലിയ പ്രോജക്റ്റ് ആയിപ്പോയി. സാധാരണ എൻ്റെ സിനിമകളൊക്കെ വളരെ ചെറിയ സിനിമകളായിരിക്കും. അപ്പോൾ അതിൻ്റെതായ പ്രഷറുകൾ ഉണ്ടായിരുന്നു. ഒതുങ്ങിയില്ല ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ്, ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ എന്താ പറയുന്നത് വലിയ ചർച്ചകൾ ഉണ്ടാക്കിയ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ സ്ട്രെങ്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സത്യമാണ്. ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമയെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ പറയുന്നത് ഓഡിയൻസിനെ കുറച്ച് കാണലാവും. ഇത്തരം സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ സിനിമയെ വിമർശിക്കുന്ന അതേ ടോണിൽ തന്നെ ഈ സിനിമയുടെ നല്ല കാര്യങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞു. സ്വാഭാവികമായിട്ട്, കാരണം ഏത് സിനിമയ്ക്കും രണ്ട് വശങ്ങളുണ്ടാവും. കൊമേഴ്സ്യൽ സക്സസ് അല്ലെങ്കിൽ പോലും ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫിലിം മേക്കിംഗ് സൈഡിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഘടകങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന, അത് ആസ്വദിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. പക്ഷെ ശതമാനക്കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണെന്ന് മാത്രം. ഒരു ബൈറ്റ്. ആഷിഖ് എന്ന ഡയറക്ടർ, ആഷിഖ് എന്ന പ്രൊഡ്യൂസർ ഡയറക്ടർ ആയപ്പോൾ കൂടുതൽ കച്ചവട ലാഭത്തിലേക്ക് പോവുകയും ക്രിയേറ്റിവിറ്റിയിൽ കുറവ് വന്നു. ക്രിയേറ്റിവിറ്റിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ, അത് പല ഫംഗ്ഷനിലും പലതാണ് ഞാൻ കേൾക്കുന്നത്. അത് ചിലപ്പോൾ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ മണി മൈൻഡഡ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ആക്ച്വൽ റീസൺ എനിക്ക് കുറേയൊക്കെ അറിയാമെങ്കിലും ഫോർ ദ പബ്ലിക് ഐ വോണ്ട് യു ടു ആൻസർ. എന്താണ് ഒരു ഡയറക്ടർ മാത്രമായിരിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്? എന്താണ് ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ ആയിരിക്കുമ്പോഴുള്ള advantage and disadvantage, and why have you become a producer director instead of just being a director? Is it for money or there is some other reason behind it? സുഹൃത്തല്ലേ? സുഹൃത്തും എൻ്റെ കൂടെ ആദ്യം വർക്ക് ചെയ്തിട്ടുള്ള ആളും വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ആളുമാണ്. എനിക്ക് വിജയനെ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് അറിയാം. നല്ലൊരു ചോദ്യമാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളുടെ ഇപ്പോൾ ആൻഡ്രോ ജോസഫിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ആൽവിൻ ആന്റണിക്ക് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സാണ്. എം രജിത്തിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, OG സുനിലിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, അമൽ നീരദിന് വേണ്ടി ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ നടക്കുമ്പോഴും ആൻഡ്രോ ജോസഫാണ് ഡാത്തടിയെ പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ്രോ ചേട്ടൻ ആ ലൊക്കേഷനിൽ 2 തവണയാണ് വന്നിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ ടീമാണ് അതിന്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, മൊത്തം കാര്യങ്ങൾ. അതായത് രഞ്ജിത്തേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാലും അത് തന്നെ പറയുള്ളൂ. കാരണം ഞാൻ അങ്ങനെ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതായത് അതിന്റെ A to Z കാര്യങ്ങളും ഞങ്ങളുടെ ഫുൾ ടീം ശ്രദ്ധിക്കും, അത് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ ഇതിനകത്ത് വലിയൊരു ലാഭക്കണ്ണോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹമോ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു ഒരു പ്രൊഡക്ഷൻ നമുക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്താൽ ഒരുപാട് സംവിധായകന്മാര് പ്രൊഡ്യൂസേഴ്സായി മാറുന്നു, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ആഷിക്കിന് മാത്രം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അല്ല, അതെ, ഒരു ആഗ്രഹം കൊണ്ടാണ്. ഇനിയും ഭാവിയിൽ ചെറിയ സിനിമകളും അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ടുകളൊക്കെ സിനിമകളായി ഞാൻ മാത്രമല്ല ആര് അങ്ങനെ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നുമാണ് അത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ രൂപീകരണം ഇങ്ങനെ ഒരു സിനിമയിലൂടെ ആവാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ എന്റെ പ്രൊഡക്ഷൻ അല്ല, പുറത്തുനിന്നുള്ള പ്രൊഡക്ഷൻ അവസാനിച്ചിട്ടില്ലല്ലോ. ഇല്ല, തുടക്കം മാത്രമാണ്. അത് തുടങ്ങാൻ ഇത് പൊള്ളിയോ? ഇല്ല, പൊള്ളിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പൊള്ളില്ല, ഞാൻ പറയാൻ കാരണം ഗാങ്സ്റ്റർ പോലെ ഒരു സിനിമയുടെ നമ്മുടെ ഹോം പ്രൊഡക്ഷൻ ആയതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബിക്കോസ് നമ്മൾ ഇതിൽ ഇപ്പൊ ഒരു ഫസ്റ്റ് ഒരു 10 minute ഒരു ആനിമേഷൻ, അത് ഇറ്റ്സ് വെരി വെരി കോസ്റ്റ്ലി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കോൾ എടുക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ഹോം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്.
നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ധൈര്യത്തോടെ ഒരുപാട് ടെക്നിക്കലി ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് ഒരു പരീക്ഷണം നടത്താൻ അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. നമ്മള് വേറൊരാളെ കൺവിൻസ് ചെയ്ത് നമുക്കത് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കോള് നമുക്ക് തന്നെ എടുക്കാം. ആഷിക്ക് പരീക്ഷണങ്ങളാണ് സ്വാഭാവികമായിട്ടൊരു ഫിലിം മേക്കറിനെ ഒരു വ്യത്യസ്തമായ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ്. അത് പലപ്പോഴും ഈ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ഈ ആളുകളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിം മേക്കിങ്ങിനേക്കാൾ വലിയൊരു ചലഞ്ചാണ്. വേറൊരു പ്രശ്നം കൂടെ വന്നു ആഷിക്കും മമ്മൂക്കയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മാജിക്കിനെ കുറിച്ച്. പഴയ ആഷിക്കല്ല, പണ്ട് ആഷിക്ക് ഡാഡി കൂൾ ചെയ്തപ്പോൾ ഇതുപോലത്തെ യാതൊരു എക്സൈറ്റ്മെന്റും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പുതിയ ആഷിക്കും മമ്മൂക്കയും കൂടെ ചേർന്നപ്പോൾ ആ ഒരു മസാലക്കൂട്ടിൽ നിന്ന് ഉടലെടുക്കാൻ പോകുന്ന ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് വലിയ പ്രതീക്ഷ, ഹൈപ്പ്. എനിക്ക് തോന്നുന്നു ഹൈപ്പിന്റെ ഇരയാണ് നിങ്ങൾ രണ്ടുപേരും. അല്ല, അതിന് സാധ്യത ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഹൈപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ മാക്സിമം നമ്മൾ കുറച്ചൊക്കെ മുന്നിൽ കണ്ടിരുന്നത് നമുക്കൊന്ന് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കൊരു സ്വയം വിമർശനപരമായിട്ട് കാണുകയാണെങ്കിൽ ഇതിനെ പിടിക്കാനുള്ള ഒരു സ്ക്രീൻ പ്ലേ ശക്തി, അതിന്റെ ഒരു ബാക്കിംഗ് ഇല്ലാതെ പോയി. അത് സത്യം തന്നെയാണ്. ഒരു സിനിമ ഇങ്ങനെ വെച്ച് നീട്ടി ചെയ്യുന്നതിനേക്കാൾ നല്ലത് വളരെ നൈസർഗികമായി സ്വാഭാവികമായി ഒരു സ്ക്രിപ്റ്റിന് ജന്മം കൊടുക്കുന്നു. ആ സ്ക്രിപ്റ്റ് ആ ഗിവൺ പോയിന്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് പറ്റിയൊരു അപാകത ഞാൻ ദൂരെ നിന്ന് കാണുകയാണെങ്കിൽ അത് പല കാലഘട്ടങ്ങളിലും പല കാഴ്ചപ്പാടിലും എഴുതി ഒരു പരുവത്തിലായി. അങ്ങനൊരു എക്സിക്യൂഷൻ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാക്കും. അതാണോ അതിന് തരാറ് റീമ? നിങ്ങളുടെ ഇടയിലുള്ള ചർച്ചയിൽ ഈ പോയിന്റ് ആരെങ്കിലും പറഞ്ഞിരുന്നു? അല്ല, ഇപ്പൊ അതിലേക്ക് ഞാൻ ഒരു പുതിയ പോയിന്റ് തന്നതാണ്. അല്ല, ഡെഫിനറ്റ്ലി ഇത് വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ മമ്മൂക്ക എന്നുള്ള ഒരു സ്റ്റാർ, ഒരു ആക്ഷൻ മൂവി, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹൈപ്പ്, അതായത് ആഷിഖൻ മമ്മൂട്ടി ഒരുമിച്ച് വരുന്നു ഇത്രയും കാലങ്ങൾക്ക് ശേഷം, ഇതെല്ലാം ഒരു ഡെഫിനറ്റ്ലി ഒരുപാട് പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസ് ഉണ്ടാക്കാനായിട്ട് ഡെഫിനറ്റ്ലി. ഈ സ്വയം വിമർശനം എന്നുള്ള വാക്ക് ആഷിക്ക് പലപ്പോഴും എടുത്തുപയോഗിക്കും. കാരണം വെച്ചാൽ ആഷിക്കിന് നല്ല പരിചയമുള്ളൊരു വാക്കാണ്. അത് എന്താ ഞാൻ ഉദ്ദേശിച്ചുള്ളത് ആഷിക്കിനും അറിയാം, എനിക്കും അറിയാം, മറ്റു പലർക്കും അറിയാം. റിമിക്കൊന്നും മനസ്സിലാക്കാൻ സാധ്യതയില്ല. അത് പിന്നീട് വേണമെങ്കിൽ വീട്ടിന് ശേഷം ആഷിക്കിനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് ആഷിക്കിന്റെ ഈ സ്വയം വിമർശനം എന്നുള്ള വാക്കിന്റെ മുകളിൽ ഞാൻ കയറി പിടിച്ചെന്നുള്ള കാര്യം. ഒരു ബൈക്കിലേക്ക് പോകും. സോഷ്യൽ മീഡിയയിലേക്ക് പല സെലിബ്രിറ്റീസും വരാൻ തുടങ്ങിയത് ആഷിഖ് അബു എന്നൊരു വ്യക്തി ഉണ്ടാക്കിയെടുത്ത സോഷ്യൽ മീഡിയയുടെ ഒരു റെലവൻസ് കാരണമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് അബദ്ധമായി പോയി, അല്ലെങ്കിൽ ഒരു പാരയായി മാറി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് ചോദിക്കണം എന്ന് തോന്നി ഒരു ആഗ്രഹം. എന്താ കാരണം വെച്ചാൽ സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നതിൽ ആഷിക്ക് കാണിച്ചിട്ടുള്ളൊരു വൈദഗ്ധ്യം അത് എല്ലാവരും അഡ്മയർ ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ നവമാധ്യമങ്ങളുടെ സാധ്യതകളെ ഇത്രയും കൂടുതൽ എക്സ്പ്ലോറ്റ് ചെയ്ത മറ്റൊരു സിനിമ മേക്കർ ഉണ്ടാവില്ല. പക്ഷെ ഏതൊരു ജങ്ചറിൽ വെച്ചിട്ട് അത് തിരിച്ച് കടിച്ചു തുടങ്ങിയോ എന്നാണ് സാന്ദ്ര ചോദിച്ചത് മനസ്സിലായി. കാരണം സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള സിനിമയിൽ പോസ്റ്റർ അടിക്കാനും ഫ്ലെക്സ് അടിക്കാനും കാശില്ലാതിരുന്ന ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ട് തുടങ്ങിയ പോസ്റ്റേഴ്സാണ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം. അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടൊന്നുമല്ല. അന്ന് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ചോദിച്ചത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ എത്ര പേര് കാണും? 5000 പേര് കാണും. ഈ 5000 പേരല്ല സിനിമയുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഒരുപാട് പേരോട് കലഹിച്ചിട്ടാണ്. ഇപ്പൊ ബാബുരാജിന്റെ ഫേസ് ഒരിക്കലും മറ്റേ പോസ്റ്ററിൽ വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആള്. നിങ്ങൾ ഭക്ഷണം കഴിക്കാനാണോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നതെന്നായിരുന്നു എൻ്റെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയുടെ ആദ്യത്തെ പത്രപരസ്യത്തിന്റെ ക്യാപ്ഷൻ. അത് അവര് അപ്രൂവ് ചെയ്തില്ല. അതുകൊണ്ട് ആ പത്രപരസ്യം ഇറങ്ങിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള 22 തിയേറ്റേഴ്സ് ആയിരുന്നു സോൾട്ട് ആൻഡ് പെപ്പറിന് കേരളത്തിലുടനീളം. 3 ജില്ലകളിൽ സിനിമ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പുതിയ പ്രൊഡ്യൂസറായിരുന്നു, അയാളുടെ ഭാഗത്തുനിന്നും നമുക്ക് വേണ്ടത്ര സപ്പോർട്ടുകളില്ല. അപ്പൊ ആ ഒരു ചെറിയ സിനിമയെ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ട്രൈ ആയിരുന്നു, ഒരു ശ്രമമായിരുന്നു അത്. അത് പിന്നീട് ഒരു വലിയ മൂവ്മെന്റായി മാറുകയായിരുന്നു. സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഞാനല്ലെങ്കിൽ വേറൊരാൾ തുടങ്ങിയാലും അത് സംഭവിക്കും. കാരണം സോഷ്യൽ മീഡിയ അത്രയേറെ വളർച്ച ഈ കാലഘട്ടത്തിനിടക്ക്
നേടിക്കഴിഞ്ഞു. ആഷിഖിനെ ആ മേഖലയിൽ തിരിച്ചറിയുകയും ആഷിഖിനെ പിന്നീട് അംഗീകരിക്കുകയും ചെയ്തൊരാളെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി. ഒരുപക്ഷെ ഈ നവമാധ്യമങ്ങളുടെ സാധ്യതകളെ നന്നായി വിനിയോഗിച്ച് അതിന് ഗുണഭോക്താവായ ആൾ കൂടിയാണ്. ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഞാൻ കേൾപ്പിക്കും. ആഷിഖ് അബൂക്ക് ഭീകരം പാർട്ടി സാർ, ഒരു മൂന്നാം കണ്ടുണ്ട്. ആ സംഘം തന്നെ ഭീകരന്മാരാണ്. ആ പടത്തിന് ഞാനും ശ്വേതയും നായകനുമായിട്ട് അഭിനയിക്കുന്ന ആസിഫുണ്ട്. ആ പടത്തിൽ ചെറിയ വേഷത്തിലുണ്ട്. പക്ഷെ ആസിഫ് വന്ന് ഇന്നത്തെ ആസിഫ് അല്ല. ആ പടത്തിന് ആദ്യത്തെ ഷോയ്ക്ക് തിയേറ്ററുകളിൽ നിറയെ ആളുണ്ടായിരുന്നു. അത് നിസാര കളിയൊന്നുമല്ലത്. അത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെറ്റിൽ കൂടെയുള്ള ഫേസ്ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു കളി, അത് ഭയങ്കരമായിരുന്നു. ആഷിഖ് ഒരു ഭീകരനാന്നുള്ള കാര്യം റീമ പണ്ട് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ലാലും തിരിച്ചറിഞ്ഞു. ഇല്ല, ഇത് ലാലേട്ടന്റെ ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ കളിയൊന്നും ആയിരുന്നില്ല. ഇന്നാണെങ്കിൽ അതൊരു കളി എന്ന് നമുക്ക് ആരോപിക്കാം. പക്ഷെ അത് നമ്മളെ നിവർത്തികേടായിരുന്നു. ആഷിഖ് വളരെ അനായാസനായിരിക്കും വേണം മെസ്സി ഗോൾ അടിക്കുന്നുണ്ടാവുക. പക്ഷെ എഴുതുന്ന ആൾക്കാർ എന്നാ വലിയ ആയാസം പിടിച്ചാണ് അടിച്ചെന്നാണ് പറയുന്നത്. അത് മാർക്കറ്റിംഗിന്റെ ശക്തി കൊണ്ട് നിന്ന സിനിമയല്ല സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പറിൽ പറയാനായിട്ട് പുതിയ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ആളുകളിലോട്ട് പുതിയൊരു എന്താ പറയുക, പുതിയൊരു സിനിമ സമ്മാനിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ട ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റി ആ സിനിമയെ പിടിച്ചു നിർത്തുകയായിരുന്നു. ഒരുപാട് ഘട്ടങ്ങളിൽ തളർന്നു പോയേക്കാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ജനങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ആ സിനിമ. അപ്പോൾ സിനിമ നന്നായതുകൊണ്ടാണ് അത് നിന്നതല്ല. അത് പ്രത്യേകിച്ച് വേറൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിനകത്തില്ല. മനുഷ്യന്റെ നാവിന്റെ അത്രയും ശക്തിയുള്ള ഒരു മാർക്കറ്റിംഗ് കേന്ദ്രത്തിൽ ഒരിക്കലുമില്ല. വേർഡ് ഓഫ് മൗത്ത്. അതെ, ഒരുപക്ഷെ ആ സിനിമയെ പിന്നീടുള്ള ദിവസങ്ങളിൽ നിലനിർത്തിയത് ഉറപ്പായിട്ടും ആൾക്കാർ നാവിൽ ഉപയോഗിച്ചു തുടങ്ങി. ഒരുത്തനെ നശിപ്പിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ, ഒരുത്തനെ വേണമെങ്കിൽ നന്നാക്കുകയും ചെയ്യാം. ആഷിഖ് പലപ്പോഴും പല കാര്യങ്ങളും വളരെ ബ്ലണ്ടായിട്ട് പറയാറുണ്ട്. പറയുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. നോക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ ഞാനെപ്പോഴും എന്നോടുള്ള ഇന്റർവ്യൂവിൽ ഞാനെപ്പോഴും പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറയും. അപ്പോൾ ആസ്വാദകൻ, സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമയെക്കുറിച്ച് നീ വിമർശിച്ച് എഴുതി. അതിനെ സംബന്ധിച്ച് മറ്റാരെഴുതുന്നതിനേക്കാൾ കൂടുതൽ വിമർശനം നീ നേരിടേണ്ടി വരുന്നു. ഒരുപക്ഷെ നിന്റെ ഒരു ഫ്രാങ്ക്നെസ്സും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു കോൺഫിഡൻസും ധൈര്യവും ഒക്കെ അത് ഒരു പരിധിവരെ ദോഷമാണെന്ന് കരുതുന്നുണ്ടോ? ഇനി മുതൽ അത്തരം അഭിപ്രായങ്ങൾ കുറച്ച് ഫിൽട്രേഷൻ ആകാം എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? സ്വഭാവം മാറ്റാൻ പറ്റുമോ ആഷിക്ക്? അങ്ങനെ ഇല്ല. അത് പക്ഷേ ബിജി പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ച ഭാഷ നന്നായില്ല. അത് പല രീതിയിലും. ബിജു ഉദ്ദേശിച്ചു? അല്ല, അത് കമലഹാസന്റെ വിശ്വരൂപത്തിൽ. അല്ല, അത് ഞാൻ പ്രതീക്ഷയാണ്. അതിനുശേഷം അത് പിൻവലിച്ചിട്ട് വീണ്ടും ഒന്നിട്ടു അല്ലേ? ഇട്ടിരുന്നു. അപ്പോ എന്നാ വെച്ചാല് അന്ന് ഞങ്ങളിത് കാണാൻ പോകുന്ന അന്ന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വിശ്വരൂപത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് ഒരു വലിയ ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ ആവിഷ്കാരത്തിന് വേണ്ടിയുള്ള. അതെ, എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് എല്ലാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖരുണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു. പപ്പൻചേട്ടൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ ആ സിനിമയെ പറ്റി ഞാൻ ഉപയോഗിച്ച ഭാഷ അത് പല രീതിയിൽ മിസ്ലീഡ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പിൻവലിച്ചത്. കമലഹാസനെ വിമർശിക്കാൻ വേണ്ടി ആഷിഖ് അബൂ വളർന്നോ? ഹീസ് എൻ ഓഡിയൻ അല്ലേ? പറഞ്ഞൂടെ? ഇപ്പൊ നമ്മളെല്ലാരും പറയുന്നതല്ലേ ആ നിലയ്ക്ക്. ഇപ്പോ ആഷിഖ് അബൂവിനെ കുറിച്ച് പറയുന്നവർ ആഷിഖ് അബൂവിന്റെ അത്രയ്ക്ക് വളർന്നു എന്ന് ചോദിച്ചിട്ടല്ലോ നമ്മൾ അവരോട് തിരിച്ചുത്തരം പറയുന്നത്. അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഇന്നത്തെ ആഷിഖ് അബൂ കമലഹാസന്റെ ചിത്രം ഇറങ്ങിയാൽ അതേപോലെ ആർജവത്തോടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയുമോ? അല്ലെങ്കിൽ പറയാൻ വേണ്ടി റിമാക്ക് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയോ അതെയോ ആ പറയുന്നതിനെ റിമ തടയുമോ? ആഷിഖ് അബൂവിനെ ഞാൻ പ്രേരിപ്പിക്കേണ്ടയോ തടയേണ്ടയോ കാര്യമില്ല. ഐ തിങ്ക് ഹീസ് എൻ ഇൻഡിവിജ്വൽ. ആഷിഖ് അബൂവിന് അറിയാം എന്താണ് പറയേണ്ടതെന്നും പറയേണ്ട. ഭാര്യയുടെ സ്വാധീനം ദുസ്വാധീനം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സംസാരിക്കുന്നത് വെറുതെയാണോ? അതിനൊക്കെ ഒരു വേറൊരു തലമില്ലേ? ഐ മീൻ കമോൺ, ഇങ്ങനത്തെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടില്ല. ദാറ്റ്സ് ടോട്ടലി ഹിസ് വേ. ഒരു പ്രൊഫഷണൽ നിലയിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റൈവൽറിയെ കുറിച്ച് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബോധവതിയായിരിക്കും റിമ. പ്രത്യേകിച്ച് കമലഹാസൻ ഒരു ഐക്കോണായി നിൽക്കുന്നു. ആ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഐക്കോണിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചും കൂടി സൂക്ഷ്മത അവധാനം വേണമെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടാകാം.
ഉണ്ടാകാം. അങ്ങനെ ചിന്തിക്കണമെന്ന് റിമ ഒരു എന്താ പറയുക കൂടെ ജീവിക്കുന്ന സഹ പങ്കാളി എന്ന നിലയിൽ വേണം ഉപദേശിക്കുന്നതിന് തയ്യാറൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അതിന് നിൽക്കാറ്, ഐ മീൻ അതിന്റെ ആവശ്യമില്ല. നിൽക്കണം എന്നാണ് ആഷിഖിന്റെ ആഗ്രഹമെങ്കിലോ? ഡെഫിനറ്റ്ലി അതല്ല ആഷിഖിന്റെ ആഗ്രഹം. അത്രത്തോളം എനിക്കറിയാം. ആഷിഖെ, ഇതന്ന് ഞാൻ പലതും വായിച്ചെടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉപദേശിക്കാൻ വരണ്ട എന്ന് പല ഘട്ടങ്ങളില് ആഷിഖ് പ്രതികരിച്ചു എന്നുള്ളതാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. ഇല്ല അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് നിങ്ങൾ എന്തൊക്കെയാണ് വായിച്ചെടുക്കുന്നത് അല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടതും ഇഷ്ടപ്പെട്ടതും രണ്ട് പേഴ്സണാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ കയറി കൈ കടത്തേണ്ട കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. പ്രതികരണത്തിന്റെ കാര്യത്തിൽ റിമേ മോശക്കാരിയല്ല. അല്ല, റിമേ നന്നായിട്ട് പ്രതികരിക്കാറുണ്ട്. നോക്കാം. 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയുടെ സക്സസ് പാർട്ടിയിൽ വെച്ചിട്ടാണ് റിമ കല്ലിങ്കൽ എന്ന പ്രസ്ഥാനത്തെ ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റിമയെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലേ, എന്നെ പോലെ തന്നെ ഒരാളാണല്ലോ, എന്നിട്ട് ഇതുവരെ റിമയെ പരിചയപ്പെട്ടിട്ടില്ലേ എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൂ. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ആരെയും പേടിക്കാതെ ആരോടും സംസാരിക്കാനും മനസ്സിൽ തോന്നുന്നത് അതേപോലെ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിമ എന്നതുകൊണ്ടാണ്. വളരെ ബോൾഡായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒട്ടും ഫേക്ക് അല്ലാതെ ഈ ഇൻഡസ്ട്രിയിൽ റിമയ്ക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു? അത് ആഷിഖ് അബു എന്നുള്ള ഒരാളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ, അതോ റിമ അങ്ങനെ തന്നെയാണോ? വലിയൊരു ചോദ്യമാണ്. വലിയ ചോദ്യമാണ്, വലിയ കോംപ്ലിമെന്റ് ആണെന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചോദ്യമല്ല. അത് സാൻഡ്രയുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ പത്രക്കാരിനെ കുറിച്ച് പറയുന്ന ലോഡർ ക്വസ്റ്റ്യൻ എന്നാ പറയാ. ഈ ക്വസ്റ്റ്യന്റെ സ്വഭാവത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഒരു പ്രത്യേക ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ അനുമാനം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ചോദ്യം. ഓക്കെ, റിമ നിഷ്കളങ്കയാണ്. ഞാൻ റിമയെ കുറ്റപ്പെടുത്തും. കാരണം എനിക്ക് ഉറപ്പായിട്ട് അറിയാം സാന്ദ്രയും റിമയും തമ്മിൽ ഈ ചോദ്യത്തിന് മുകളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവില്ല. ഓക്കെ, എനിവേ ഞാൻ അതിനെ അടിവരയിടുകയാണ്. ഒരു പക്ഷേ റിമ എന്നുള്ള ഒരു കലാകാരി കേരളത്തിൽ ഗവർണറായി വന്ന ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരിയെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഏവരും ചർച്ച ചെയ്തൊരു കാര്യമാണ്. മാധ്യമരംഗത്ത് വലിയ ചർച്ചയായി. അതിൽ സന്തോഷം തോന്നിയോ അല്പം ഞെട്ടൽ തോന്നിയോ? ഇല്ല. ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആണോ, ഞാൻ പറഞ്ഞതിൽ ഇത്ര വലിയ തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഐ മീൻ ഇത്ര വലിയൊരു ഡിസ്കഷൻ നടക്കാൻ മാത്രം എന്താ അതിലുള്ളതെന്ന് എനിക്ക് തോന്നി. ഐ മീൻ അത് വളരെ പച്ചയായ സത്യമല്ലേ, അത് അവര് പറഞ്ഞൊരു കാര്യമാണത്. സോ അത് ഞാൻ ഏറ്റവും ഐ മീൻ ഇവരിങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവര് കേരളത്തിലേക്ക് വരുന്നു, അപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരൊക്കെ 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിക്കോളൂ. അവര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, അപ്പൊ ഞാൻ പറയാണ്. സോ എനിക്കതിൽ വലിയൊരു ഇത് പടച്ചോനെ എന്നെ പിടിച്ചിനകത്ത് ഞാൻ ഇതിനെ കുറിച്ച് അതായത് അപ്പൊ അതുകൊണ്ട് റിമയ്ക്ക് സന്തോഷം ഉണ്ടാവണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ 10,000-15,000 പേര് മാത്രം വായിക്കുമായിരുന്ന അല്ലെങ്കിൽ 1,00,000 പേര് വായിക്കുമായിരുന്ന ഒരു പോസ്റ്റ് ഒരു 10-50 ലക്ഷം പേര് അത് കാണുകയും വായിക്കുകയും ചർച്ചയും ചെയ്തു. അതിൽ നിന്നൊരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ നല്ല രീതിയിൽ, വൈ നോട്ട്? അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ അതിനെ, അല്ലേ? ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാനും വളരെ പോസിറ്റീവായിട്ട് അതിനെടുക്കുന്നു. ഹായ് റിമ, ഹായ് ആഷിഖ്. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഒരു ചെറിയൊരു പരാതിയുള്ളത്, രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും ട്രീറ്റ് തന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ പരാതിയുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇത് അത്ര വലിയ സീക്രട്ടൊന്നും നമ്മൾ തമ്മിലൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ എന്താണ് എനിക്ക് ചോദിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി എനിക്ക് റിമോട്ട് രണ്ടുപേർക്കും ഉത്തരം പറയാം. പക്ഷെ എനിക്ക് റിമോട്ടാണ് ചോദിക്കാനുള്ളത്. റിമ എനിക്ക് തോന്നുന്നു കണ്ടംപററി ഫീമെയിൽ ആക്ടേഴ്സിൽ ഒത്തിരി അധികം ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയും ഒത്തിരി കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മുടെ പോലത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ എന്ത് റിയാക്ട് ചെയ്യുമ്പോഴും ഒത്തിരി പ്രഷർ ഉണ്ടാവും നമുക്ക്. അത് നമ്മുടെ പ്രൊഫഷനെ ഭയങ്കരമായിട്ട് ബാധിക്കാം. ബിക്കോസ് നമ്മൾ പറയുന്ന ചില കമൻസ്, നമ്മൾ റിയാക്ട് ചെയ്യുന്ന ചില പ്രത്യേക ഇഷ്യൂസ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വരുന്ന കുറേ എന്താ പറയുക, നമുക്ക് അങ്ങനെ ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിയാക്ഷൻസ് അതിന് വരാറുണ്ട്. ഇപ്പോൾ എടുത്ത് ഞാൻ ഇഷ്യൂസ് പറയുന്നില്ല. ഇപ്പം നമ്മളെല്ലാവരും, ഇപ്പം നമ്മളിപ്പോൾ ഉള്ള ആക്ടേഴ്സ് എസ്പെഷ്യലി ഫീമെയിൽ ആക്ടേഴ്സ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റി റിയാക്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് റിമയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം ആഷിഖിനും പറയാം. പറഞ്ഞോളൂ. വെൽ,
നമ്മൾ തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ എത്താണ്. അതായത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാനതിനെ വളരെ നല്ല രീതിയിലേ ഞാനതിനെ കാണുന്നുള്ളൂ. ഇടയ്ക്ക് ആഷിഖ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമം, അതിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരിലേക്കാണ് എത്തുന്നത് എന്നുള്ളത്, അതിന്റെ ഒരു ഓഡിയൻസ് ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ള ഒരു ചെറിയ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു മാർക്ക് നമ്മൾ ഇടണമെന്ന് ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ അതും കൂടി ഇൻവോൾവ് ചെയ്യിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. യെസ്, ബട്ട് ഐ എം സെയിങ് നമ്മൾ പറഞ്ഞ് അതൊരു ഡിസ്കഷൻ ലെവലിലേക്ക് എത്തി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആളുകൾ നമ്മളെക്കുറിച്ച് അറിയുന്നതിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയുന്നതോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളൊരു സന്തോഷമോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ആക്ട്രസ് എന്ന് മാത്രമല്ലാതെ ഓക്കെ ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു നടി എന്ന് അറിയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി നല്ലൊരു ശതമാനം ആർട്ടിസ്റ്റുകളും മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അറ്റാക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്രിസിയേഷന് വേറെ ഘടകം കൂടെയുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ കരിയറിനെ കുറിച്ചും പ്രൊഫഷനെ കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നത്. അതായത് മൂന്നാമതൊരു ആളുടെ വിമർശനം വരുമോ എന്നുള്ളൊരു ആശങ്കയിൽ അല്ലെങ്കിൽ തങ്ങളുടെ കരിയറോ പ്രൊഫഷനോ അല്ലെങ്കിൽ സാമ്പത്തിക ആർജനത്തെയോ ഏതെങ്കിലും തരത്തിൽ അത് തടസ്സപ്പെടുത്തിയേക്കാമെന്നുള്ള ഉത്കണ്ഠയിൽ ഒരഭിപ്രായവും ഇണ്ടാതെ കൊക്കോണിൽ ഒതുങ്ങി ജീവിക്കുന്ന കലാകാരന്മാരാണ് നമ്മുടെ ചുറ്റുമെന്നുള്ള അഭിപ്രായമാണ് എന്റേത്. ഞാൻ ഇത്രയും ശക്തമായിട്ട് പറയാനാണ്. അതെ അതെ, അങ്ങനെയല്ല കലാകാരന്മാരുടെ ധർമ്മം, അതല്ല അത് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. അത് പക്ഷെ പറയണമെന്ന് മാത്രമല്ല, അതൊരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നമ്മളുടെ സൃഷ്ടികൾ കൊണ്ട് സമൂഹത്തോട് സംവദിക്കുക എന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. ഇപ്പൊ എനിക്ക് പറയാനുള്ളതോ എന്റെ എഴുത്തുകാർക്ക് പറയാനുള്ളതോ സൃഷ്ടികളിലൂടെ പറയാം. പക്ഷെ ഇവിടെ സിനിമയിൽ പ്രത്യേകിച്ചും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയെ പറ്റി ചീത്ത വിളിക്കാനും വിമർശിക്കാനും ഏത് സാമൂഹ്യ തുറയിലുള്ള ആൾക്കാർക്കും സ്വാതന്ത്ര്യമുണ്ട്. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നവനാണെങ്കിൽ. പക്ഷെ സിനിമാക്കാരനാണെങ്കിൽ സിനിമയെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അയാൾക്ക് ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ, അല്ലെങ്കിൽ അത് സംവിധായകനോ നടനോ നടിയോ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് രമ്യയൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥമാണ് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം സമൂഹം എങ്ങനെ, അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെ, അത് അല്ലെങ്കിൽ ഓൺലൈൻ സമൂഹം എങ്ങനെ ഇതിനകത്ത് അവരോട് പ്രതികരിക്കുന്നുള്ള ഭയം കൊണ്ടാണ്. പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളൊരു നടിയല്ലേ, നിങ്ങൾക്ക് അഭിനയിച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ ഇടപെടുന്നത് എന്ന്. ഞാൻ ചോദിക്കുന്നത് നേരെ തിരിച്ചല്ലേ അവർ എന്റെ അടുത്ത് ചോദിക്കേണ്ടത്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നല്ലേ അവരെന്റെ അടുത്ത് ചോദിക്കേണ്ടത്. റിമ ഉദാഹരണം പറഞ്ഞാൽ ബോളിവുഡിൽ അപ്പം നമുക്ക് വേണം ആമീർ ഖാന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. എത്രയോ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരെ പോലുള്ള കലാകാരന്മാർ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ സിനിമയെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ടെലിവിഷനിൽ ഒരു വർഷം തന്നെ സമർപ്പിത ഭാവത്തോടെ ഒരു പരിപാടി അവതരിപ്പിച്ചാലാണ് ആമീർ ഖാൻ. എന്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ഈ ഒരു വികാരം നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇനി ഷെയർ ചെയ്യാനുണ്ടോ? ഇത്രയും പബ്ലിക് ആയിട്ട് അതായത് ഒരു കാര്യത്തിലും അഭിപ്രായം പറയാതെ പിൻവാങ്ങുന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട് കേരളത്തിൽ. ആ കൂട്ടായ്മയിൽ നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിതൊരു സംഘടന ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ റിമേൻ കാണുന്നത് ഈ എൻഡോസൾഫാൻ ഇഷ്യൂവിന്റെ സമയത്ത് മുല്ലപ്പെരിയാർ അതിനു മുമ്പ് അതെ. അപ്പൊ അങ്ങനെ പരിചയപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാൻ അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ എല്ലാവരെയും അറിയിച്ചിരുന്നു. എല്ലാവരെയും ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഫോണിൽ വിളിച്ച് പറയുകയും, നമ്മൾ എല്ലാവരും ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അത് നടന്മാരെയും സംവിധായകരെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമാണ് അതിനോട് ഫിസിക്കലി സഹകരിച്ചത്. എല്ലാവരും ഫോണിൽ കൂടെ ഒക്കെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അതെ, എന്നല്ലാതെ വേറൊരു തരത്തിൽ അവർ ഇടപെടാൻ തയ്യാറായില്ല. കാരണം ഇതൊന്നുമല്ല, ഇത് സമൂഹത്തിൽ മൊത്തത്തിലുള്ളൊരു വികാരമായിരുന്നു അന്ന് എൻഡോസൾഫാനെതിരെ. അത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആൾക്കാർ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ
അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫിലിം ഫെറ്റേണിറ്റി ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്തത്. പക്ഷെ അന്ന് റിമയെ പോലുള്ള 1-2 ആളുകൾ മാത്രമാണ് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാൻ. മുല്ലപ്പെരിയാർ സംഭവത്തിൽ ഒരുപക്ഷെ അല്പം ഇമോഷണൽ ആയി പോയോ? കുറച്ചും കൂടി ഒരു ജാഗ്രത അതിൽ കാണിക്കണമായിരുന്നോ? ഇപ്പം പൊട്ടും, ഇന്ന് പൊട്ടും, നാളെ പൊട്ടുമെന്നുള്ള ആ ഒരു വലിയൊരു വികാര വിക്ഷോഭം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ പോലുള്ള ആൾക്കാരുടെ സാന്നിധ്യം സഹായിച്ചോ? വേണമെങ്കിൽ ഒരു റീതിങ്കിങ് അതിൽ വേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, അത് അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മളത് പ്രതികരിക്കാതിരുന്നാൽ ഇപ്പൊ വേറൊരു പക്ഷം ഉണ്ടാവും, പ്രതികരിച്ചാൽ അതിന് വേറൊരു പക്ഷം ഉണ്ടാവും. അങ്ങനെ ഒരു അപകടമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അത് ഒരു ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും. തന്റെ പക്ഷം ഇടതുപക്ഷമാണെന്ന് ഭയമില്ലാതെ പരസ്യമായി പറയാൻ മടിക്കാത്ത ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, വ്യക്തിപരമായ ജീവിതത്തിൽ നല്ല സെക്കുലർ ഔട്ട്ലുക്ക് എപ്പോഴും പുലർത്തുന്ന ഒരു മതനിരപേക്ഷ സമീപനം പുലർത്തുന്നതിൽ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളുടെ മാധ്യമം, ആഷിഖിന്റെ മാധ്യമം സിനിമയാണ്. ഈ രണ്ട് താല്പര്യങ്ങൾ, ഒരു ഇടതുപക്ഷത്തിന്റെയും മതനിരപേക്ഷ സമീപനം, ഇതെങ്ങനെയാണ് സിനിമയ്ക്കകത്ത് പ്രതിഫലിപ്പിക്കാനായിട്ട് കഴിയുന്നത്? അതിനുള്ള ശ്രമം, അത് ഈ മാധ്യമത്തിൽ അത്തരമൊരു ശ്രമം നടത്താൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്? അതാണ് എനിക്ക് ആഷിഖിനോട് ഈ പരിപാടിയുടെ ഭാഗമായി ചോദിക്കാനുള്ളത്. ശ്രമിക്കുന്നില്ല എന്നുള്ള ധ്വനിയാണോ ആ ഒരു ചോദ്യത്തിലുള്ളത്? വെറുതെ ചുമ്മാ എന്റെ ഒരു നല്ല ഒരു ടേമാണോ സിക്യു? അതെ ആഷിഖെ, അത് വിട്ടിട്ടില്ല, റിമ അതിൽ കയറി പിടിച്ചിട്ടുണ്ട്. അത് കൊള്ളനടുത്ത് കൊണ്ടുണ്ട്. അതാണ് ഓക്കെ. അപ്പൊ രാജീവ് പറഞ്ഞതില് ഇപ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയാവുന്ന ഡാ തടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടല്ല, ഒരു മാനവികത എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനിമയാണ് ഡാ തടിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബോധപൂർവം, ഇപ്പൊ ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള സിനിമാ പ്രവർത്തകനാണെന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നുള്ളത് മുദ്രാവാക്യം വിളിക്കുന്നില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഞാൻ വളർന്ന ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നുമാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ രൂപപ്പെടുത്തിയത്. അപ്പൊ അത് ഞാൻ ഒരു സിനിമാക്കാരനായി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റാൻ ഞാൻ തയ്യാറില്ല. അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു കാപട്യമായി പോകും. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് തുറന്ന് സമ്മതിക്കാൻ, എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇതാണെന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു ഭയപ്പാടുമില്ല. അതിനകത്ത് നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം പൊളിറ്റിക്കൽ ആവണം നമ്മൾ എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും പൊളിറ്റിക്കൽ ആവണം. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അരാഷ്ട്രീയവാദം ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കേണ്ടി വരുന്നു. അത് സിനിമയിലൂടെ ആണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അത് ഇടതുപക്ഷത്തോട്ട് തന്നെ ആൾക്കാർ ചിന്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ ആവുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമായ, വളരെ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് സിനിമയുടെ ഒരു ഈസ്തറ്റിക്സിനെ ബാധിക്കേണ്ടതുമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രാഷ്ട്രീയം എന്നുള്ളത് പുതിയ തലമുറയ്ക്കും ആവശ്യമായ സംഭവമാണ്, എല്ലാ തലമുറക്കും ആവശ്യമായിട്ടുള്ള കാര്യം. കാരണം പുതിയ തലമുറ ആയതുകൊണ്ടാണ് ഞാൻ ജനാധിപത്യ രാഷ്ട്രീയമുണ്ട്. ആഷിഖ് വളർന്ന പോലെ ഒരു സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഞാൻ വളർന്നിട്ടില്ല. ഞാൻ സ്കൂളിലാണ് പഠിച്ചത്, CBSE സിലബസിലാണ് പഠിച്ചത്. ഞാൻ അപ്പോഴേക്കും പൊളിറ്റിക്സ് കോളേജിൽ ബാൻഡായിരുന്നു. അത് ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്, ബാംഗ്ലൂരാണ് പഠിച്ചത്. സോ ആഷിഖിന്റെ ആ ലെവലിലുള്ള ഒരു പാർട്ടി പൊളിറ്റിക്സിലോ ഒന്നും ഞാൻ ഇൻവോൾവ് അല്ലായിരുന്നു ഇൻ മൈ ഗ്രോയിങ് അപ്പ് ഇയേഴ്സ്. അത് കഴിഞ്ഞ് എന്താ പറയാ, ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും നല്ല ഭാഗങ്ങൾ ആണ് എനിക്ക് ആഷിഖിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ളത്. നല്ലൊരു സമയം ഈ സിനിമയും രാഷ്ട്രീയ ചർച്ചയാണ്. അതിനെന്താണ് മോശമുള്ളത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഞങ്ങൾ തമ്മിലിപ്പോ പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഞങ്ങൾ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നത് ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമ. യഥാർത്ഥത്തിൽ ശരാശരി മലയാളി ഭക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവും സിനിമ തന്നെയാണ്. അപ്പൊ റിമയോടൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ രാജീവിനോടൊരു വിഷമം ഉണ്ടാകേണ്ടതില്ല. ശരി, റീമ ആഷിഖിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പരിസരത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ആഷിഖിനുള്ളതുപോലെയുള്ള
വിദ്യാർത്ഥി സംഘടനാനുഭവം അല്ലെങ്കിൽ അത്തരമൊരു പരിസരത്തിൽ വന്ന് അതുപോലെയുള്ള പശ്ചാത്തലമുള്ള കോളേജിലെ പഠനാനുഭവങ്ങൾ അത്തരത്തിലൊന്നുമില്ലാതെയാണ് റീമ വരുന്നത്. പക്ഷേ റീമയുടെ സാമൂഹ്യ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ വളരെ ഷാർപ്പാണ്. നല്ല രീതിയിൽ തന്നെ പല പ്രശ്നങ്ങളിലും പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു നടി എന്നതിനോടൊപ്പം തന്നെ നടി എന്ന നിലയിൽ വളരെ മികച്ച അഭിനയം കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ ആഷിക്കൊത്തുള്ള ഇപ്പോഴത്തെ ഈ ജീവിതം എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി മാറുന്നത്, കലാരൂപത്തിലും അതിനപ്പുറത്തേക്കും ഇത്തരം ഇടപെടലുകൾക്ക് പ്രേരകമാകുന്നത് എന്നാണ് എനിക്ക് റീമയിൽ നിന്ന് അറിയാനുള്ളത്. ആഷിക്ക് ചില്ലറയില്ലാത്തൊരു സ്വാധീനം ഒരു സാമൂഹ്യ രൂപപ്പെടുത്തലിൽ പങ്കുവഹിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും നല്ല ഭാഗങ്ങളാണ് എനിക്ക് ആഷിക്കിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. അത്രയൊക്കെ വേണോ? ഞങ്ങളിങ്ങനെ സൈഡിക്കോടെ ഓരത്തോടൊക്കെ പോയാൽ മതി. അപ്പൊ ഡെഫിനറ്റ്ലി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക? ഞങ്ങളൊരു 3 കൊല്ലമായിട്ട് ഞങ്ങൾ എവറി സിംഗിൾ ഡേ ഒരുമിച്ചുള്ള രണ്ടുപേര് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കും? ഈ സാധാരണഗതിയിൽ ഒരു പ്രണയം തലക്ക് പിടിച്ച ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ വിട്ടിട്ട് ആദ്യമൊക്കെ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളായിരുന്നു ആഷിക്ക് സംസാരിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്. സാധാരണ ആളുകൾ പറയുന്ന പോലെ ഉള്ള ഒരു സമീപനമോ ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വമോ അല്ലായിരുന്നു ആഷിക്. അതുകൊണ്ട് തന്നെയാണ് ഐ വാസ് അട്രാക്റ്റഡ്. ഉഗാണ്ടൻ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ അങ്കോളയിൽ എന്ത് നടന്നു എന്ന് റിമയ്ക്ക് അറിയാമോ? വേൾഡ് പൊളിറ്റിക്സിൽ എനിക്ക് തോന്നുന്നത് എന്നെക്കാളും കുറച്ചും കൂടെ ഗ്രാഹ്യം റിമയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കുറെ എന്നെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കും. കുറച്ച് പുസ്തകങ്ങൾ പുറത്തുനിന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കും. സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒരു പ്രബന്ധം വേണം റിമയ്ക്ക് എഴുതാൻ പറ്റും. മിക്കവാറും ഒരു വിഷ്വൽ കാണിക്കും. വെള്ളമുണ്ടൊക്കെ എടുത്തിട്ടാണ് ആഷിക്ക് പാടത്ത് വയ്ക്കണത്. അതെ, നെൽകൃഷി ഒരുപക്ഷെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ലോകത്തിന്റെ ആദ്യത്തെയും ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു കൾച്ചർ. അല്ല, എനിക്കും എന്റെ വാർച്ചയ്ക്കും ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം കൃഷി ചെയ്യാൻ പുള്ളിക്ക് ഇപ്പോഴും താല്പര്യമാണ്. ഇപ്പോഴും കൃഷി ചെയ്യണം, എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് സ്ഥലം വാങ്ങണം. പക്ഷെ ഞങ്ങളൊക്കെ പ്രായമായപ്പോഴത്തേക്കും പുള്ളിക്ക് ഉണ്ടായിരുന്ന ഭൂമി വരെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ചേരാനും ഞങ്ങൾ പിന്നെ ഒരുമിച്ചൊരു കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. എവിടെ വാങ്ങിയത്? പളന്തുരുത്തില്. എത്ര ഏക്കർ? ചെറിയ ഏക്കറൊന്നുമില്ല, ഒരു 40 സെന്റ്. അവിടെ കൃഷി ഇറക്കി തുടങ്ങിയോ? ഉണ്ട്. ഇപ്പൊ നെല്ലില്ല, ഇപ്പൊ പാവക്കയും ബീൻസ്, പയറ് അങ്ങനെയൊക്കെയുള്ള. അത് പിന്നെ നെല്ലിലേക്ക് വരും. അത് കഴിഞ്ഞ കഞ്ഞി കുടിച്ചോണ്ടിരിക്കും എപ്പോഴും. ഉറപ്പായും പാവയ്ക്കയും കൂടെ ഉണ്ടാവും.